7/2/2025 വെള്ളിയാഴ്ചത്തെ തൊഴിൽ മേഖല എങ്ങനെ ഉണ്ടാകും എന്നാണ് നമ്മൾ നോക്കുന്നത്. പൊതുവെ ഉള്ള ഒരു നക്ഷത്ര ഫലങ്ങൾ ഞാൻ 3 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് 6 മണിക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ 2 വീഡിയോയിൽ നിങ്ങൾ കേൾക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ന്യൂസ് പേജിൽ കയറി വരികയുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഈ വീഡിയോ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വ്യക്തിപരമായ ഫലം വേണമെന്നുള്ളവർ നിങ്ങളിതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ട്. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക, മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് 7/2/2025 നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തൊഴിൽ മേഖല പൊതുവെ ഗുണകരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ദൈവാധീനമൊക്കെ ഉള്ള ഒരു സമയമാണ് മേടം രാശിക്കാർക്ക് എന്നുള്ളത് കൊണ്ട് ദേവാദി കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നടക്കുന്നവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത്. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ നടത്തുന്നവർക്ക്, കൗൺസിലിംഗ് സെൻ്ററൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ഡോക്ടർമാർ, ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. അതേപോലെ തന്നെ വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്ക് അനുകൂലമാണ്. റവന്യൂ വകുപ്പുമായും ബാങ്കിങ്, ധനകാര്യ മേഖലയുമായും കളിസ്ഥലങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഫയർഫോഴ്സുകാർ, അഗ്നിസംബന്ധമായ തൊഴിൽ, പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചെറുകിട വ്യവസായങ്ങൾ, അതേപോലെ വീട്ടിൽ സ്ത്രീകൾ മാത്രമൊക്കെ ആയിട്ട് ചെയ്യുന്ന തൊഴിലുകൾ, അതേപോലെ ചെറിയ ചെറിയ തൊഴിൽ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹന വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, അങ്ങനെയുള്ളവർക്ക്, മണ്ണിൽ നേരിട്ട് പണി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. സർക്കാർ ജീവനക്കാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് അത്ര അനുകൂലമായ ഒരു സമയമല്ല. ഒറ്റയ്ക്കൊക്കെ പണി ചെയ്യുന്നവർ, കുറേ നേരമൊക്കെ ഒറ്റയ്ക്കിരുന്ന് മറ്റുള്ളവരുടെ സഹവാസമൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ഇടവം രാശി. കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കഠിന ദോഷമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലകളിലും അത്ര മേന്മയൊന്നും ഉണ്ടാകില്ല. ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ദേവാദി കാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകൾ തുടങ്ങിയവയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ നടത്തുന്നവരും കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ ഈ കൺസൾട്ടിങ് ഏജൻസികളൊക്കെ നടത്തുന്നവർ, മറ്റുള്ളവരുടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഫീസൊക്കെ ഈടാക്കി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഒരു സ്വയം തൊഴിൽ മേഖലകൾ, അതേപോലെ ഒരു കുടുംബത്തിലൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ തൊഴിൽ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ വീട്ടു ജോലിക്ക് നിൽക്കുന്നവർ, അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റിങ് വർക്കുകൾ, ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹന സംബന്ധമായ വ്യവസായങ്ങൾ നടത്തുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്ന ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ല. അതേപോലെ ഒറ്റയ്ക്കൊക്കെ നിന്ന് ജോലി ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതേപോലെ ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ, പ്രേതകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. അഗ്നിയുമായി ബന്ധപ്പെട്ടും പട്ടാളം, പോലീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. വൃക്ഷങ്ങളിലൊക്കെ കയറുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് അവിടെ മുകളിൽ നിന്നുള്ള പണിയൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമല്ല. പൊതുവെ ഇടവം രാശിക്കാർക്ക് കുറച്ച് പ്രയാസകരമായ
സമയം ആയിരിക്കും. ഇനി മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്കും കഠിന ദോഷമുള്ള ഒരു സമയമാണ്. എങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അധ്യാപകരായിട്ടുള്ളവർക്ക്, വിദ്യാലയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ സമയമാണ്. റവന്യൂ വകുപ്പ്, ബാങ്കിങ്, ധനകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ തുടങ്ങിയ ഭാഗവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്രത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒറ്റയ്ക്കൊക്കെ നിന്ന് വർക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം രാശിക്കാർ. അതേപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. നിയമമേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, അതേപോലെ ക്രമസമാധാന മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഡോക്ടർമാർ, ആരോഗ്യ മേഖലയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. മണ്ണിൽ നേരിട്ട് പണിയുന്നവർ ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, മൃഗങ്ങളുമായി നേരിട്ട് ഇടപെടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവർ അത്രയ്ക്ക് അനുകൂലമല്ല. ആഭരണ വ്യവസായം, വാഹന വ്യവസായം, വാഹനവും ആഭരണവുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്നവർക്കൊന്നും അനുകൂലമല്ല. സ്ത്രീകൾ ജോലി ചെയ്യുന്നവർ, സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്നിടത്ത് പോയി ജോലി ചെയ്യുന്നവർ അത്ര അനുകൂലമല്ല. അതിൽ സ്ത്രീകൾ മാത്രമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും അത്ര അനുകൂലമൊന്നുമല്ല. അവരൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് പൊതുവേ ശുഭകരമാണ്. എങ്കിലും തൊഴിൽ രംഗത്ത് ദൈവാധീനമുള്ള ഒരു സമയമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നവർക്ക് അനുകൂലമാണ്. ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. പള്ളികൾ, മോസ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അനുകൂലമാണ്. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ, സൈക്കോളജിസ്റ്റുകൾ, സൈക്യാട്രിസ്റ്റുകൾ തുടങ്ങിയവർക്ക് നല്ലതാണ്. ഈ കൺസൾട്ടിങ് മേഖല നല്ലതാണ്. അതുപോലെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. എന്നാൽ അതേപോലെ തന്നെ ചെറിയ വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക്, നൃത്തകല, കായിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, വീട്ടുജോലി ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക്, അലങ്കാര വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർക്ക്, ആഭരണ വ്യവസായങ്ങൾ, വാഹനങ്ങളൊക്കെ ഉള്ള ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ പോലീസുകാർ, നിയമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ ഈ ശുചീകരണ തൊഴിലാളികൾ പോലുള്ളവർ, ഹോട്ടൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. അധ്യാപകർക്ക്, അതേപോലെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവർ, ബാങ്കിങ് മേഖലയിലുമായി ബന്ധപ്പെട്ടവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഗാർഡനൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ര അനുകൂലമായ സമയം അല്ല. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്ക് പൊതുവേ ദോഷമുള്ള സമയമാണ്. ഈ അഗ്നിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മരമായിട്ട്, വൃക്ഷവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഫർണിച്ചർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, പട്ടാളം, പോലീസ് തുടങ്ങിയ ക്രമസമാധാന മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ, അഡ്വക്കേറ്റുമാരൊക്കെ ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് വർക്കുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഭൂമി സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ വിഷ്ണു ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അധ്യാപകർക്ക് അനുകൂലമാണ്. ബാങ്കിങ്, ധനകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അനുകൂലമാണ്. ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നവർ, കാർഷിക മേഖലയിലുള്ളവർക്കൊക്കെ അനുകൂലമാണ്. കുടിൽ വ്യവസായങ്ങൾ, സ്ത്രീകൾ മാത്രം ചെയ്യുന്ന വ്യവസായങ്ങൾ, നൃത്തകലാ കായിക മേളയിൽ നിന്നൊക്കെ അങ്ങനെ നൃത്തകലാ കായിക രംഗവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, സ്ത്രീകൾ മാത്രമായിട്ട് കൂടിച്ചേർന്ന് വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. പൊതുവേ ചിങ്ങക്കൂറുകാർക്ക് ദൈവാധീനം കുറവാണ്. അതിൻ്റേതായ ഒരു ദോഷവശങ്ങൾ കാര്യമായിട്ടുണ്ടാവും. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നും ജോലി ചെയ്യുന്നവർക്ക് നല്ലതല്ല. ഡോക്ടർമാരെ പോലുള്ളവരൊക്കെ ചിങ്ങക്കൂറുകാരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നവരെ ശ്രദ്ധിക്കണം. അതേപോലെ മൃഗസംരക്ഷണ മേഖലയിൽ മൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ചിങ്ങക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കന്നിക്കൂറ്. ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമൊക്കെ ഉണ്ട്. എങ്കിലും ഈ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ മണ്ണിൽ നേരിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ
ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും മേന്മയുണ്ടാക്കുകയും ചെയ്യും. ഈ അഗ്നി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക. സ്ത്രീകൾ മാത്രമുള്ളിടത്തൊക്കെ പോയി കൂടുതൽ ജോലിയൊക്കെ അങ്ങനെയൊക്കെ പോയി ഉള്ളിടത്ത് ചെയ്യുന്ന ജോലികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. അപവാദങ്ങൾ, അപകീർത്തികളൊക്കെ കേൾക്കാൻ ഇവർക്ക് സാധ്യതയുള്ളതുകൊണ്ട് തൊഴിൽ മേഖല വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം കന്നിക്കൂറുകാരൻ. ഇനി തുലാം. ചിത്ര അവസാന പകുതിഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് പൊതുവെ ഒറ്റയ്ക്ക് പോയിരുന്ന് ജോലി ചെയ്യുന്ന അത് ഈ ഒരു ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. എന്നാൽ അധ്യാപകർക്കൊക്കെ അനുകൂലമാണ്. കോളേജുകൾ തുടങ്ങിയവർക്ക് അനുകൂലമാണ്. റവന്യൂ വകുപ്പ്, ബാങ്കിങ്, ധനകാര്യ മേഖലകളൊക്കെ ബന്ധപ്പെട്ടവർക്ക് അനുകൂലമാണ്. കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ തുടങ്ങിയവയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ പോലീസുകാർ അങ്ങനെയുള്ള നിയമ മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ ക്രമസമാധാന മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം. ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ധനകാര്യ സ്ഥാപനങ്ങൾ, സൈക്കോളജിസ്റ്റുകൾ, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. കൺസൾട്ടിങ് ഏജൻസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ജോലി ചെയ്യുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ കുടുംബ യൂണിറ്റുകളൊക്കെ ആയിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആഭരണ വ്യവസായം, വാഹന വ്യവസായം എന്നിവയ്ക്കൊന്നും അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി വൃശ്ചികം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ദൈവാധീനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദേവകാര്യങ്ങൾ, പള്ളികൾ, മോസ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. ട്രഷറി, ധനകാര്യ സ്ഥാപനങ്ങൾ അവിടെ അനുകൂലമായിരിക്കും. അതേപോലെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെയുള്ള മാനസികാരോഗ്യ മേഖലയിലൊക്കെ ബന്ധപ്പെട്ടവർക്ക് അനുകൂലമായിരിക്കും. ദമ്പതികളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന ജോലി അതൊക്കെ അനുകൂലമാണ്. നൃത്തകല, കായിക മേഖലകളിലുള്ളവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റുകൾ, ആർട്ട് വർക്കുകൾ, ചിത്രരചന ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്കും സ്ത്രീകൾ കൂടി ചേർന്ന് ജോലി ചെയ്യുന്നതൊക്കെ അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹനം തുടങ്ങിയവയൊക്കെ അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നാണ്. ഒറ്റയ്ക്ക് ഉള്ള ജോലിയൊക്കെ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട തൊഴിൽ, നിയമപരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക്സ് മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ പോലുള്ളവരൊക്കെ അവരുടെ തൊഴിലുകൾ ഒരു സുരക്ഷാ സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. മണ്ണുമായി നേരിട്ട് പണിയെടുക്കുന്നവർ, അതേപോലെ ഈ പിതൃകർമ്മം, പ്രേതകർമ്മം തുടങ്ങിയ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മൃഗസംരക്ഷണ മേഖലയിലുള്ളവർക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് പൊതുവെ കഠിനദോഷമുള്ള ഒരു സമയമാണ്. എങ്കിലും വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിടത്തുള്ള ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. റവന്യൂ വകുപ്പ്, ബാങ്കിങ്, ധനകാര്യ മേഖല, കളിസ്ഥലങ്ങൾ, ഗ്രൗണ്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതേപോലെ ദമ്പതികൾ ഒരുമിച്ച് ചെയ്യുന്ന ജോലികൾ, നൃത്തകല, കായിക മേഖലകൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടു ജോലിക്കൊക്കെ നിൽക്കുന്നവർക്ക് അനുകൂലമാണ്. അലങ്കാര വസ്തുക്കൾ, പെയിൻറ്റിങ്ങുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹനം സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഗൃഹനിർമ്മാണം, നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് അനുകൂലമാണ്. മണ്ണിൽ നേരിട്ട് പണിയുന്നവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്രവും ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതേപോലെ തന്നെ അഗ്നിയുമായി ബന്ധപ്പെട്ട് നിയമപരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കണം. അതേപോലെ ദേവകാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. ട്രഷറി, ധനകാര്യ മേഖലകളിൽ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. മാനസികാരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല.
മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആണ്. ഇനി മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഈശ്വരാധീനമൊക്കെ ഉള്ള ഒരു ദിവസമായതുകൊണ്ട് ദേവകാര്യങ്ങൾ, പള്ളി, മോസ്കുകൾ മുതലായവർക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ട്രഷറി ധനകാര്യ സ്ഥാപനങ്ങൾ അനുകൂലമാണ്. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. വിവിധ കൺസൾട്ടിംഗ് ഏജൻസികൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ ആഭരണ വ്യവസായം, വാഹനം എന്നിവയൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവർ, സ്ത്രീകൾ മാത്രം ജോലിയുള്ളിടത്ത്, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ ശിവക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല, ദേവീക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും അനുകൂലമല്ല. വെള്ളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിൽക്കുന്ന നന്നായിരിക്കും. മെഡിസിനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അത്ര അനുകൂലമായില്ല ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച്. അതേപോലെ അഗ്നി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർ, ക്രമസമാധാന മേഖലയൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ, മരങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഭൂമി സംബന്ധമായ വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ വിദ്യാലയങ്ങൾ, കോളേജുകൾ തുടങ്ങിയ വർക്ക് ചെയ്യുന്നവർ, തൊഴിൽ ചെയ്യാതെ വിദ്യാലയങ്ങളും കോളേജുകളൊക്കെ നടത്തുന്നവർ, റവന്യൂ വകുപ്പ്, ബാങ്കിങ്, ധനകാര്യ മേഖലയിലുള്ളവർ, കളിസ്ഥലങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാർക്കുകളൊക്കെ നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ ആളുകൾ, ശവദാഹം പോലെ ചെയ്യുന്നുള്ള ആളുകൾ, അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. ഇരുമ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് പണിയെടുക്കുന്ന ആളുകൾ, ഈ റൂഫൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇരുമ്പ്, അങ്ങനെ ഇരുമ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചെയ്യുന്ന ആളുകൾ, അതിൽ വാഹന സംബന്ധമായുള്ളവർക്ക് അനുകൂലമാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പ് എന്ന് പറയുന്നത് വാഹന സംബന്ധമായി എടുത്തു പറഞ്ഞിട്ടുള്ളവർക്കല്ല, അല്ലാതെ കെട്ടിടങ്ങൾ പണിയും, മേൽക്കൂരകൾ പണിയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പാലങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഇരുമ്പുമായി ബന്ധപ്പെട്ട് പണിയുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ്. ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ദേവാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും, ട്രഷറി ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലൊക്കെ അനുകൂലമായ ഒരു സ്ഥിതിയാണുള്ളത്. ക്രമസമാധാന മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഫയർഫോഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. മരങ്ങൾ, വൃക്ഷങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ചെറുകിട വ്യവസായങ്ങൾ, സ്ത്രീകൾ മാത്രം നടത്തുന്ന വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ചിത്രരചന, അലങ്കാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ആഭരണ വ്യവസായം, വാഹനം മുതലായവയൊക്കെ ചെയ്യുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. എന്നാൽ അധ്യാപകരൊന്ന് ശ്രദ്ധിക്കണം. നേരിട്ട് അധ്യാപക ബന്ധമായിട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശുചീകരണ തൊഴിലാളികൾ, ഇരുമ്പുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾ, ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന, മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന തൊഴിലാളികൾ, അതിൻ്റെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽ ഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായൊരു ദിവസമാണ് ഇന്ന് പൊതുവെ. എങ്കിലും ശിവക്ഷേത്രത്തിലൊക്കെ അത് ജോലി ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന, പൊതുവെ ദൈവാധീനം കുറവുള്ളൊരു ദിവസം അതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അഗ്നിയുമായി ബന്ധപ്പെട്ട മേഖലകൾ അനുകൂലമല്ല. അതേപോലെ പട്ടാളം, പോലീസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന അനുകൂലമല്ല. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടും ഫർണിച്ചർ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ഈ ഫർണിച്ചർ മേഖലകൾ മരവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒട്ടും ഇരുമ്പായിട്ടാണെങ്കിലും ഫർണിച്ചർ മേഖലകൾ പൊതുവെ അനുകൂലക്കുറവാണ്. ഇലക്ട്രോണിക്സ് മേഖലകൾ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ കോളേജുകൾ, വിദ്യാലയങ്ങൾ എന്നിവ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. റവന്യൂ മേഖല, ബാങ്കിങ്, ധനകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്.
സ്ത്രീകൾ മാത്രം ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. നൃത്തകല കായിക മേളയിൽ അനുകൂലമാണ്. സ്വയം തൊഴിൽ മേഖലകളിലൊക്കെ അനുകൂലമാണ്. ആർട്ട് വർക്കുകൾ ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. സ്ത്രീകൾ മാത്രം കൂടി ചേർന്ന് ചെയ്യുന്ന ജോലികൾ, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമാണ്. ആഭരണ വ്യവസായം അനുകൂലമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. എന്നാൽ പൊതുവെ ദൈവാധീനം കുറവുള്ളതുകൊണ്ട് എല്ലാ തൊഴിൽ മേഖലകളിലും ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പള്ളികൾ, ദേവകാര്യങ്ങൾ, മോസ്കുകൾ തുടങ്ങിയവർക്ക് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. ട്രഷറി, ധനകാര്യമായ കാര്യങ്ങൾ, സാമ്പത്തികമായ കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് ജോലി ചെയ്യുന്നവർ, കൺസൾട്ടിങ് ഏജൻസികൾ നടത്തുന്നവർ, ആരോഗ്യ പ്രവർത്തകരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ശുചീകരണ തൊഴിലാളികൾ, ഹോട്ടൽ മേഖലയിലെ ആളുകൾ ഒക്കെ ശ്രദ്ധിക്കണം. മൃഗസംരക്ഷണ മേഖലയിലും കാർഷിക മേഖലയിലും നേരിട്ട് ഇടപെടുന്ന ആളുകളും വളരെയധികം ശ്രദ്ധിക്കണം. ഇത് 7-ാം തീയതിയിലെ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, അത് ക്രിയാത്മകമായ നിർദ്ദേശമാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ക്രിയാത്മകമല്ലാത്ത നിർദ്ദേശം വന്നാൽ അതിന് ചിലപ്പോൾ മറുപടി തന്നു എന്ന് വരും. ആ മറുപടി വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആ മറുപടിയെ നിങ്ങളുടെ കമൻറ്റുകളെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം ആ കമൻറ്റുകളിൽ ഞാൻ അത് സ്വീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ കമൻറ്റുകൾ ഞാൻ സ്വീകരിക്കും. അതിൻ്റെ പോസിറ്റീവ് വശത്തെ, അതിൻ്റെ ഗുണാത്മകമായ വശത്തെ ഞാൻ സ്വീകരിക്കും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും കഴിയുന്നവർക്ക് ഒരു ലൈക്കെങ്കിലും എല്ലാ കമൻറ്റുകളിലും തരാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എനിക്കും പൊതുവെ തിരക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് എന്നുള്ളത് കൊണ്ട് എങ്കിലും ഞാൻ എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.